ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും പ്രഷ്യസ് പെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇത് രാവിലെ തന്നെ നമ്മുടെ പൂച്ചയെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇട്ട പൂച്ചയെ കെട്ടുന്നത് ഇത് ഒരാളിത് ഇവിടെ ഉണ്ട്, പിന്നെ മറ്റൊരാളിത് അപ്പുറത്ത് കെട്ടിയിട്ടുണ്ട് കിടക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരി ഇപ്പോൾ ഹീറ്റാണ്. ഇപ്പോൾ ഇയാളെ കെട്ടിയിട്ടാലേ പറ്റത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ മറ്റേ ആളുടെ കൂട്ടല്ല. ഇയാൾ നമ്മുടെ ആദ്യത്തെ പൂച്ചയാണെങ്കിലും നമ്മളോട്ട് ഇണങ്ങിയിട്ടുണ്ട്, പക്ഷെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ തന്നെ സ്വഭാവം കാണിക്കും. മറ്റേ ആളങ്ങനല്ല, ഈ പരിസരത്ത്. പിന്നെ ഇവൾക്ക് ഇപ്പം തീറ്റി പാപ്പ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീറ്റി കൊടുക്കാൻ നിൽക്കണ്ട. ഇനി നമുക്കിത് മണ്ടയ്ക്കോട്ട് പോവാം. മണ്ടയ്ക്കില്ല നമ്മുടെ പ്രാവും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ ചെറിയത് ഈ മുളയൊക്കെ വയ്ക്കുന്നുണ്ട്. ഈ മുളയുടെ ഇടയ്ക്ക് ഒരു കൂടുണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് കൊച്ചൊരു കുരുവി വന്ന് കൂടുണ്ടാക്കിയത്. അതങ്ങ് പിന്നെ അങ്ങ് പോയി. നമുക്ക് മണ്ടയ്ക്കോട്ട് പോവാം. നോക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ചെറുതായിട്ടുള്ളൊരു കൃഷി കേട്ടോ. മുളകും മറ്റേ വെണ്ടയും കാര്യങ്ങളുമൊക്കെ. ഇവിടെ മുളകുണ്ട്. മുളക് തന്നെ 4-5 സൈസ്. പിന്നെ ഇതിനകത്ത് കോവയ്ക്കയും പാവലും ആണ് നമുക്ക് കൃഷി ചെയ്തേക്കുന്നത്. ഞാനല്ല, ഉമ്മ കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യും, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു പപ്പായ ഉണ്ട്. ഈ പപ്പായ ഞാനായിട്ട് ഇട്ടത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് കിളിച്ച് വരുന്നത് എവിടെ നിന്നാന്ന് മനസ്സിലാവും. കണ്ടോ, ഒരു ബക്കറ്റിൽ നിന്നിട്ട് അത് കിളിച്ച് വരുന്നത്. അങ്ങനെ നടാൻ പാടില്ല. എന്നാലും നമ്മൾ ചുമ്മാ പരീക്ഷണം നോക്കിയത്, പക്ഷേ സക്സസ് ആയി. നമുക്കൊരു പനിക്കൂർക്കയുടെ ഇല പൊട്ടിക്കാം. നമുക്ക് അവിടെ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ, ലവ് ബേർഡ്സിന് കൊടുക്കാം. നമുക്ക് മണ്ടയ്ക്കോട്ട് പോവാം. മണ്ടയ്ക്ക് എത്തിയിട്ട് ഇനി കുറച്ച് പണിയൊക്കെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. ഞങ്ങൾക്ക് എന്തൊക്കെ മീനുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് നോക്കാം കേട്ടോ. ആ ടാങ്കിനകത്ത് ഞാനൊരു 10 വരാലിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് 5 എങ്ങാണ്ടേ ഉള്ളു. നമുക്ക് നോക്കാം, വരുമോ എന്ന് നോക്കാം. അതേ വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാം. വന്ന് വരാലും ഉണ്ട്, നീലവാഹയുടെയും 2-3 കുഞ്ഞുങ്ങളുണ്ട്. സക്സസ് ആകുമെന്ന് അറിയത്തില്ല. ഇനി നമ്മുടെ വെള്ളമൊക്കെ ക്ലീൻ ചെയ്യണം. അതിപ്പോൾ അല്ല, പിന്നെ വേറെ ദിവസമാകും. അതിൻ്റെ വീഡിയോ എന്തായാലും യൂട്യൂബിൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പുറത്ത് ഇത് കഴിഞ്ഞല്ലോ. ഇനി അതിൻ്റെ അപ്പുറത്ത് ഇതിനകത്ത് ഒരു മുഷി കിടപ്പുണ്ട്. സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ അതിപ്പോൾ എല്ലാം വെള്ളം കുളമാക്കും. മുഷിയും സക്കറും കിടപ്പുണ്ട്, അത്യാവശ്യം വലുതായി. പിന്നെ ഇവിടെ ഒരു സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും കിടപ്പുണ്ട്. കുറേ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതിനെല്ലാം വലിയ മുഷി തിന്ന്. ഇതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ പായലെടുക്കുക. പായൽ മാറ്റിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പായൽ മാറ്റിയിട്ട് ഇന്നത് സാരിയും കെപ്പിയ കേട്ടോ. തുടക്കം വളർത്താൻ തുടങ്ങിയ മീൻ ഇത് തന്നെ. എല്ലാവരും അങ്ങനെ ആയിരിക്കും. നിങ്ങളെല്ലാവരും അങ്ങനെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഏറ്റവും അത്ഭുതം എന്തെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞുങ്ങളായിട്ട് 2-3 ഫൈറ്ററിനെ കൊണ്ടിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരാണും 3 പെണ്ണും. ഒരു അടിപൊളിയായിട്ട് ഇതിനകത്ത് ഇറക്കും. ഒരു പ്രശ്നവും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഇല്ല, ഒരു കാര്യം ഇല്ലാതെ കളിക്കുക. അപ്പം ഇതിനകത്ത് തന്നെ പലതരം ഗപ്പികൾ ക്രോസ് ഇറങ്ങി മിക്സായിട്ട് കിടക്കും കേട്ടോ. ബ്ലാക്ക് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, ഡംബോയർ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഇപ്പോൾ ക്രോസ് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടാട്ടോ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത്. കുഴപ്പമുണ്ടോ? അതാണ് നമ്മുടെ അത് ഫീമെയിൽ ബിറ്റായത്. അതിനകത്ത് പിന്നെ മോളി ഫിഷും കിടപ്പുണ്ട്. ഏഞ്ചൽ 2 ഉണ്ട്. ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇവിടെ കൂടുതൽ കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. മുന്നത്തെ തന്നെ മോളി ഫിഷിനെ നമുക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തറയിലൊക്കെ കിടന്ന് ഓടുന്നതൊക്കെ കാണാൻ പറ്റും. ഏഞ്ചൽ എപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുമായിരിക്കും ചെയ്യുന്നത്. ആ ഓറഞ്ച് കളർ ഉണ്ട്, അത് മോളി ഫിഷാണ്. പിന്നെ ഈ ചെടി ഇതിനകത്ത് ഞാൻ ചുമ്മാ കൊണ്ട് വെച്ചിരുന്ന ഞാനൊരു ചെടിച്ചട്ടിക്കകത്ത്. പിന്നെ അങ്ങ് കിളിച്ചങ്ങ് അടിപൊളിയായിട്ട് കയറി. ഇനി കുറച്ച് ഫുഡ് കൊടുക്കാം. ഇത്രയും മതി എല്ലാവർക്കും കൂടെ. ഇതിനകത്ത് ഇപ്പോൾ തിന്നത്തില്ല, കാരണം ഇന്നലെ ഞാൻ ലൈവ് ഫീഡ് കൊടുത്തായിരുന്നു കുറച്ച് ചെമ്മീൻ. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇത് തിന്നത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ വരാൽ ഇതിട്ട് കൊടുത്താൽ തിന്നും, പെട്ടെന്ന് അടിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിപ്പോൾ വന്ന് തിന്നുന്ന. വരുമോ? അത്യാവശ്യം തിന്നുന്നുണ്ട്. ആവശ്യമുള്ള സമയത്തൊന്നും വെച്ചോളൊന്നും തിന്നുന്ന കാണാൻ പറ്റത്തില്ല. തിന്ന്. പിന്നെ നമ്മുടെ സാരിയും കെപ്പിയും കിടക്കുന്ന ടാങ്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആർക്കെങ്കിലും സാരിയും കെപ്പിയും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടാൽ കേട്ടോ. ഞാൻ ഫ്രീ ആയിട്ട് കുറേ എണ്ണത്തിന് തരാം. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലും കിടപ്പുണ്ട് കുറേ എണ്ണം. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും സാരിയും കെപ്പിയും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID മൈ പ്രഷ്യസ് പെറ്റ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ID മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിനകത്ത് റിപ്ലൈ തരാം. ഇവിടെ വന്നാൽ എടുക്കാമെന്നും പറയാം. നിങ്ങളൊന്നും തരണ്ട, ഫ്രീ ആയിട്ട് വന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി. നമുക്ക് ബാക്കി പ്രാവിനും കാര്യങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കാം. ഇതെല്ലാം ഇനി ഇവിടെ വൃത്തിയാക്കണം കേട്ടോ. ഒരു കാറ്റും മഴ അടിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്ലാവും തൂവലും എല്ലാം പറന്ന് കിടക്കും. ഇത് കണ്ട തറ മൊത്തം അഴുക്കായി കിടക്കുക. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. ഇവിടെ ഗോതമ്പന്മാർ കുറേ കൊത്തി തറയിടുന്നുണ്ട്. നമുക്ക് ഈ പുതിനയിലല്ല, അതിൻ്റെ പറയുന്നത് പനിക്കൂർക്ക.
പനിക്കൂർക്കയില കൊടുക്കാം. പനിക്കൂർക്കയില കാണുമ്പോൾ തന്നെ ഇവന് ഓടി വരുന്നത് കാണാമല്ലേ. നമുക്ക് കുറേ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ എല്ലാത്തിനെയും കൊടുത്തു കേട്ടോ. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു അസുഖം കണ്ടപ്പോഴേ കൊടുത്തു. ഇപ്പം അത് ഇവനും എൻ്റെ ഫീമെയിലും മാത്രം. ഇവരാരും നമുക്ക് കൂടുതലും കുഞ്ഞുങ്ങളെ തന്നുകൊണ്ട് ഇവർക്ക് ആ കുഴപ്പമില്ല. എന്നാലും വെച്ച് കൊടുത്തു. ഇപ്പോൾ വേറൊരു ഫീമെയിൽ ഇതേ പറന്നിറങ്ങിയിട്ടുണ്ട്. എഗ്ഗ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. കുഞ്ഞുങ്ങളുടനെ തന്നെ വരുമായിരിക്കും. നമുക്ക് എന്തായാലും അത് ഞാൻ എന്തായാലും ചാനലിൽ കാണിക്കുന്നതായിരിക്കും. കുഞ്ഞുങ്ങൾ വരുവാണെങ്കിൽ തറയിലോട്ട് വരുവാണെങ്കിൽ പ്രാവ് അത് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ വൈറ്റും പിന്നെ ഓസ്ട്രേലിയൻ മറ്റേ ചോക്ലേറ്റ് ഇല്ലേ, അതും വൈറ്റും കൂടെ മിക്സായ ഒരു സാധനം കൂടെ. പൂവൻ മറ്റേ വൈറ്റ് പെട. ഓസ്ട്രേലിയൻ വൈറ്റിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട് അവർക്ക്, കാരണം അതിൻ്റെ കാലിൽ ബൂട്ട് ഇറങ്ങിയിട്ടില്ല. ശിവൻ ഓസ്ട്രേലിയൻ തന്നെ, പക്ഷേ അത് വൈറ്റും ചോക്ലേറ്റും കൂടെ മിക്സ്. ഇവൻ നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കിടക്കുന്നത് ഓസ്ട്രേലിയൻ വൈറ്റ്, പ്യുവർ ഓസ്ട്രേലിയൻ വൈറ്റും മുദീനയും. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എന്തുവാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എങ്ങനെ ഇറങ്ങും, കുഞ്ഞുങ്ങൾ ഏതായിരിക്കും, നല്ല കുഞ്ഞായിരിക്കും എന്തോന്ന് വെച്ചാൽ എല്ലാം ഇത് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ എന്തായാലും നമ്മൾ ഇറക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അത് നമുക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാൻ ഈ ചാനലിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിന് കൊടുക്കാം. ഉണ്ട് നമ്മുടെ പ്രാവ്. ഇത് നമ്മുടെ സിറാസും ഓസ്ട്രേലിയൻ വൈറ്റും എല്ലാം കിടക്കുന്ന നമുക്ക് വെറൈറ്റിയാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ഇറങ്ങി കിട്ടിയായിരുന്നു. പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിറാസിനകത്ത് തന്നെ തൊപ്പിയും കാലേബൂട്ടും ഉള്ളത്. ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരന് ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്ത് വളരട്ടെ. പിന്നെ നമുക്ക് 2 കോഴിയുണ്ട്. നിൽക്കുന്ന ഇച്ചി വലിപ്പമുള്ള കോഴിയൊക്കെ ഉണ്ടോ, അത് നമുക്ക് ഇവിടെ വിരിഞ്ഞതാണ് കേട്ടോ. ഇതിൽ തള്ളയും തന്തയും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇയാളെ നമ്മൾ ഇയാൾ നാടൻ കോഴി കേട്ടോ. നമ്മൾ ഈ വിരിഞ്ഞ് കിട്ടിയെന്ന് പറയുന്നത് ഗിരിരാജൻ കോഴി. ഇതിൻ്റെ പേരൻസിനെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേരൻസ് നമ്മുടെ ഇവരാട്ടോ. നമ്മൾ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മുട്ട ഇവർക്ക് വെച്ച് നമ്മൾ വിരിയിപ്പിച്ച കേട്ടോ. ഇവരുടെ മുട്ട ഇട്ടപ്പോൾ ഇത് മുട്ട പൊട്ടലുണ്ടായതുകൊണ്ട് ആ മുട്ട മാറ്റിയിട്ട് കോഴിമുട്ട വെച്ച് കൊടുത്തു. നമുക്കത് ഒരേ ഒരു ഗിനി പിക്സേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, നിങ്ങളുടെ ആരെങ്കിലും ഗിനി പിക്സ് കിടപ്പുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഇനി തീറ്റ കൊടുക്കണം. എന്നിട്ട് നമുക്ക് കോഴികളെ പിടിച്ച് ഇറക്കാം. ആദ്യം കോഴികളെ ഇറക്കാം കേട്ടോ. ഈ തറയിൽ പ്രാവ് കൊത്തിയിട്ടേക്കുന്ന ഗോതമ്പും കാര്യങ്ങളൊക്കെ കോഴികളങ്ങ് തിന്നോളും. അത് നമുക്കത് ഇറക്കാം. പിന്നെ നമുക്ക് ഇറക്കിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പൂവനെ നമ്മൾ ഇറക്കിയെത്തി. ഇവനായിട്ട് നമുക്ക് വിരിഞ്ഞ് കിട്ടിയ കിടുവല്ലേ, ഗിരിരാജൻ കോഴിയാണ്. പിന്നെ നമുക്ക് മറ്റേ പെടയും കൂടെ പിടിച്ചിറക്കാം. 2 പേരാകുമ്പോൾ കുഴപ്പമില്ല. ഈ പെട ഞാനിപ്പോൾ വാങ്ങിച്ചത് 100 രൂപ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയത് തന്നെ, നാടൻ കോഴിക്കുഞ്ഞത്. അത്യാവശ്യം 2 പേരെയും കണ്ടാൽ മനസ്സിലാവും, നല്ല വ്യത്യാസമുണ്ട്. ഇവൻ പൂവനെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു പെടയെ പോയി ഒപ്പിച്ച. ഈ ചെറുതിൽ ആകുമ്പോൾ വില കുറവാണ്, വലുതായി കഴിഞ്ഞാണെങ്കിൽ വില കൂടുതലാണ് കിട്ടും സാധനത്തിന് നമ്മൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാവിനെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ ഫ്രീ ആയിട്ട് 2 മറ്റേ പൗഡറിനെ കൊടുക്കാറുണ്ട്. ഫ്രീ അഡോപ്ഷനാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ചെയ്യാൻ തരാം കേട്ടോ. പിന്നെ ഇനി തീറ്റ കൊടുക്കാം. തീറ്റ എന്നാലും ഇച്ചിരി തീറ്റ കുത്തിക്കളയുന്ന കുറച്ച് അസുഖമുണ്ട് കേട്ടോ. കൈ കൊണ്ട് ഇച്ചിരി നീക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തിന്നാൻ കിടന്ന് പാടുപെടും. പിന്നെ മുദീനയ്ക്കും ഇതും കൊടുക്കാം. മുദീന കുറച്ചേ ഫുഡ് അടിക്കത്തുള്ളൂ കേട്ടോ. ഓസ്ട്രേലിയൻ വൈറ്റ് ആ കൂട്ടി കിടക്കുന്നതിൽ കുറച്ചേ തിന്നത്തുള്ളൂ. ഈയിടെ ഞാൻ മുദീന വാങ്ങിച്ചുകൊണ്ട് വന്നത് നമ്മുടെ പെറ്റ് ഹോം എന്ന് പറയുന്ന സദ്ദാംസ് പെറ്റ് ഹോം എന്ന് പറയുന്നുണ്ട്. യൂട്യൂബ് ഇൻസ്റ്റയിലുണ്ട്. നമ്മുടെ നമുക്ക് വില കുറച്ച് തന്നെ കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരു നമുക്ക് വില കുറച്ച് തന്നെ. പിന്നെ നമുക്ക് ഇവർക്ക് തന്നെ ഗ്രോവറാട്ടോ കോഴിക്ക് കൊടുക്കുന്നത്. അത് അവർ കൂട്ടി കയറുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇനി മെയിൻ കാര്യമെന്ന് പറയുമ്പോൾ എല്ലാത്തിനും വെള്ളം ചേഞ്ച് ചെയ്യണം. പുതിയ വെള്ളം എടുത്ത് വെച്ച് കൊടുക്കണം. നമ്മൾ ആഴ്ചയിലല്ല 2 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റണം കേട്ടോ. പുതിയ വെള്ളം ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്തതാണ്. എല്ലാം കുടിക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഓഫ് ആയിപ്പോയായിരുന്നു. പുതിയ വെള്ളം വാങ്ങിച്ച് വെച്ച് അതിന് കുടിക്കട്ടെ. വെള്ളം കുടിക്കട്ടെ. അതുകൊണ്ട് നല്ലൊരു തീറ്റ വായിച്ചിരുന്നതാണ്. കുടിക്കുന്നുണ്ടോ? പെട്ടാന്ന് കുടി. ചിലപ്പോൾ ഇതിൽ നിന്ന് വൈകുന്നേരത്തേക്ക് 2ാമതും കൂടെ വെച്ച് കൊടുക്കേണ്ടി വരും. എന്തായാലും കുടിക്കട്ടെ. അത്യാവശ്യം നിങ്ങൾക്ക് ആരെങ്കിലും കയ്യിൽ ഗിനി പിക്സ് കിടപ്പുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയണേ.
നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാരും നമ്മളെ ഫോളോ ചെയ്യുന്നില്ല, പറ്റുമെങ്കിൽ അതിനകത്തൂടെ ഫോളോ ചെയ്താൽ സപ്പോർട്ട് ചെയ്യട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ. എന്തേ മുദീന ഇതുവരെ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടില്ല, നോക്കട്ടെ കുടിക്കുമോ, ഇല്ല. പിന്നെ ഇവരത്യാവശ്യം ഇത് അടയാട്ടോ, ഇത് കോഴിമുട്ടയ്ക്കും പ്രാവിൻ്റെ മുട്ടയ്ക്കും അടയാ, രണ്ടും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ നോക്കാമല്ലോ, ഇനി അത് പ്രാവിന് വെച്ച് കൊടുക്കണം, അല്ല കോഴിക്ക് വെച്ച് കൊടുക്കണം. ഗിനി പിഗ്സിന് ഇപ്പോഴേ നമ്മൾ തീറ്റിയിട്ട് കൊടുക്കത്തില്ല, ഒരു 10 മണിയാകുമ്പോൾ ഇട്ട് കൊടുക്കത്തില്ല, ഇപ്പോൾ സമയം 8 എന്ന് വെച്ചാൽ രാവിലെ പച്ചക്കറി അരിയുമ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഫ്രഷ് പുല്ല് നമ്മൾ വറുത്തിട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം, വൃത്തിയാക്കിയിട്ട് ഇനി അടുത്ത പണിയെല്ലാം നടക്കത്തുള്ളൂ. ഇന്നത്തെ ദിവസം ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റാക്കണം, അത് തന്നെ നമ്മുടെ പരിപാടി. കാരണം നമുക്ക് കോളേജ് ലീവായിരിക്കുന്ന ദിവസം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചാനലേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അതൊക്കെ ഇനി ഷോർട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.